റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് മാട്രിമോണി വഴി പരിചയപ്പെട്ട് തട്ടിപ്പ്. 34 ലക്ഷം രൂപയാണ് യുവാവിന് നഷ്ടമായത്. അഞ്ജന എന്ന പേരിൽ പരിചയപ്പെട്ട വ്യക്തി തട്ടിപ്പ് നടത്തുകയായിരുന്നു. പെൺകുട്ടി നൽകിയ ഓൺലൈൻ ലിങ്കിൽ പണം നിക്ഷേപിക്കുകയായിരുന്നു ഈ യുവാവ്. പണം ഇൻവെസ്റ്റ് ചെയ്താൽ ഇരട്ടി ലാഭമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. നിക്ഷേപിച്ച 34 ലക്ഷത്തിലധികം രൂപയും നഷ്ടമായി എന്നാണ് പരാതി. അഭിജിത്ത് മുഴക്കുന്നിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. അഭിജിത്ത്, ദിവസേന എത്രയെത്ര ഓൺലൈൻ തട്ടിപ്പ് വാർത്തകളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്നിലും ഓരോ തന്ത്രങ്ങളായിരിക്കും ഈ തട്ടിപ്പ് സംഘം സ്വീകരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മാട്രിമോണിയാണ് മറയാക്കിയിരിക്കുന്നത് അല്ലെ? ഈ 34 ലക്ഷം രൂപ നഷ്ടപ്പെടുന്നത് വരെയും ഇത് തട്ടിപ്പാണെന്ന് ഇവർക്കൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഷിഹാസ്. നമ്മൾ തന്നെ എത്ര വാർത്തകൾ നൽകുന്നു, ഉദ്യോഗസ്ഥരൊക്കെ മുന്നറിയിപ്പുകൾ നൽകുന്നു, എന്നിട്ടും ഇത്തരം തട്ടിപ്പുകൾക്ക് തലവെച്ചു കൊടുക്കാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒരു മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് ഈ തട്ടിപ്പിന് യുവാവ് ഇരയായിട്ടുള്ളത്. അവിടെ അഞ്ജന എന്ന ഒരു പെൺകുട്ടി, അങ്ങനെയാണ് പേര് പരിചയപ്പെടുത്തുന്നത്. ആ പെൺകുട്ടിയുമായി യുവാവ് പരിചയപ്പെടുന്നു, പിന്നീട് അത് അടുപ്പത്തിലാകുന്നു. അതിനൊടുവിലാണ് പിന്നീട് ഒരു ദിവസം കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള ഒരു വിദ്യ അത് ഈ പെൺകുട്ടി ഈ യുവാവിന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ രാമനാട്ടുകരയിലെ ഒരു ബിസിനസ്സുകാരൻ, യുവാവ് ഒരു ബിസിനസ്സുകാരനാണ്, അയാൾ ഈ പെൺകുട്ടി നൽകിയ ലിങ്കിൽ പണം നിക്ഷേപിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, 34 ലക്ഷം രൂപയാണ് തൻ്റെ 8 അക്കൗണ്ടുകളിൽ നിന്നായി 41 തവണകളിലായി യുവാവ് നിക്ഷേപിക്കുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ അഞ്ജന എന്ന പെൺകുട്ടിയുമില്ല, പണവുമില്ല എന്ന് യുവാവിന് മനസ്സിലാക്കുന്നത്. അതോടുകൂടി താൻ തട്ടിപ്പിനിരയായി എന്ന് ഇയാൾ മനസ്സിലാക്കുകയും അങ്ങനെ സിറ്റി സൈബർ ക്രൈം പോലീസിന് ഒരു പരാതി നൽകുകയാണ്. പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 34 ലക്ഷത്തിലധികം രൂപ ഈ യുവാവിന് നഷ്ടമായിട്ടുണ്ട്. ഈ പണം ഇനി തിരികെ ലഭിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. പോലീസ് ഏതായാലും ഈ അക്കൗണ്ടുകളൊക്കെ കേന്ദ്രീകരിച്ച് ഒരു പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഷിഹാസ്, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾക്ക്, ഈ സൈബർ ക്രിമിനലുകൾക്ക് എവിടെയും കടന്നു കയറാൻ കഴിയും എന്നുള്ളതാണ്.